ഈ തിരകൾക്ക് പറയാനേറെ കഥകളുണ്ട്. കടലെടുത്തു പോകാത്ത കഥകൾ. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള പന്തലായനി കൊല്ലം ഒരു കാലത്ത് ലോകപ്രശസ്തമായ തുറമുഖമായിരുന്നു. വ്യാപാരികൾക്കൊപ്പം മതപ്രബോധനത്തിനായി പ്രവാചക പരമ്പരയിലെ സയ്യിദുമാരും ഈ തീരമണഞ്ഞു. ആ പരമ്പരയിലെ ഉജ്ജ്വലമായ കണ്ണിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. 1906 ജനിച്ച ബാഫഖി തങ്ങൾ പിതാവിനൊപ്പം കോഴിക്കോട്ടും മാലിദ്വീപിലും സിലോണിലും കൊച്ചിയിലുമെല്ലാം വ്യാപാരത്തിന്റെ അനന്ത സാധ്യതകൾ അറിഞ്ഞാണ് വളർന്നത്. സാമ്രാജ്യങ്ങളുടെ ഉത്ഥാന പതനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്രം ത്രസിച്ചു നിൽക്കുന്ന കോഴിക്കോട് നഗരമായിരുന്നു ബാഫഖി തങ്ങളുടെ പ്രവർത്തന കേന്ദ്രം. ചരിത്രത്തിൽ അതുല്യമായ പാദമുദ്രകൾ പതിപ്പിച്ച മഹാരഥന്മാർ ഈ നഗരത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന നാമധേയമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കേരള മുസ്ലിങ്ങളെ നിവർന്നു നിൽക്കാൻ പ്രാപ്തമാക്കിയ ഐതിഹാസിക നേതൃത്വത്തിന്റെ പേരാണത്. കക്ഷിവഴക്കുകളുമായി തമ്മിലടിച്ചു കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ഐക്യത്തിന്റെ സുവർണ ശൃംഖലയിൽ വിളക്കിച്ചേർത്ത മഹാനായിരുന്നു ബാഫഖി തങ്ങൾ. മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും നേതൃനിരയിലെത്തിയ തങ്ങൾ ഇരു സംഘടനകളുടെയും വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. കേരള മുസ്ലിങ്ങളുടെ മതപരമായ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ബാഫഖി തങ്ങളുടെ ആശയമായിരുന്നു. കേരളത്തിലെ ആദ്യകാല മതസ്ഥാപനങ്ങളുടെയും തിരുവനന്തപുരം പാളയം പള്ളി ഉൾപ്പെടെ നിരവധി മസ്ജിദുകളുടെയും അനാഥ അഗതി മന്ദിരങ്ങളുടെയും നിർമ്മാണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ബാഫഖി തങ്ങൾ തന്റെ അധ്വാനവും സമ്പത്തും ചെലവഴിച്ചു. കാലിക്കറ്റ് സർവകലാശാല പോലെയുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് CH മുഹമ്മദ് കോയ സാഹിബിന് പിന്തുണയും പ്രചോദനവുമായി നിന്നത് ബാഫഖി തങ്ങളായിരുന്നു. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ സർവസ്വമായിരുന്നു തങ്ങൾ. 1938 മുതൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അമരത്ത് പ്രവർത്തിച്ചു. 1956 സംസ്ഥാന പ്രസിഡന്റായും 1971 ദേശീയ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട്ടെ വലിയങ്ങാടിയിലുള്ള ബാഫഖി തങ്ങളുടെ പാണ്ഡികശാല കേരള രാഷ്ട്രീയത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിച്ചു. വലിയങ്ങാടിയിലെ ലീഗ് ഓഫീസിലേക്കും അരിച്ചാക്കുകൾക്കിടയിലെ ബാഫഖി തങ്ങളുടെ വ്യാപാര കേന്ദ്രത്തിലേക്കും കേരളം ആദരിക്കുന്ന ഉന്നത നേതാക്കളെല്ലാം എത്തിച്ചേർന്നു. ആ തലയെടുപ്പും ഗാംഭീര്യവുമുള്ള പെരുമാറ്റവും മുന്നണി രാഷ്ട്രീയത്തിന്റെ ശില്പിയായി രാഷ്ട്രീയ ചരിത്രത്തെ ത്രസിപ്പിച്ചു. ജനം അദ്ദേഹത്തെ ആദരവോടെ വിളിച്ചു ഗായിദുൽ ഖൗ, സമുദായത്തിന്റെ നായകൻ. 1952 ഒന്നാം പൊതു തെരഞ്ഞെടുപ്പിൽ മദ്രാസിയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം പിടിച്ചെടുക്കാൻ കയ്യോങ്ങി നിന്നപ്പോൾ എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച് ജനാധിപത്യ വ്യവസ്ഥ നിലനിർത്താൻ കോൺഗ്രസിന് പിന്തുണ നൽകിയതിലൂടെ ബാഫഖി തങ്ങളുടെ നയതന്ത്രജ്ഞത രാജ്യം കണ്ടു. പയ്യോളിയിലും നടുവട്ടത്തും മണത്തലയിലും അങ്ങാടിപ്പുറത്തും തലശ്ശേരിയിലുമെല്ലാം സാമുദായിക സംഘർഷങ്ങളുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ സമാധാനത്തിന്റെ ദൂതുമായി ബാഫഖി തങ്ങളെത്തി. 1957 പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിലും 1967 സപ്തകക്ഷി മുന്നണി രൂപീകരിക്കുന്നതിലും ബാഫഖി തങ്ങൾ വലിയ പങ്കുവഹിച്ചു. സപ്തകക്ഷി മന്ത്രിസഭയെ തകർത്ത് EMS ഇറങ്ങിപ്പോയപ്പോൾ കേരളത്തിൽ ഉടലെടുത്ത രാഷ്ട്രീയ ശൂന്യത നികത്താൻ C. അച്യുതമേനോനെ വിളിച്ചു വരുത്തി ചരിത്രത്തിലെ ഏറ്റവും മികച്ച മന്ത്രിസഭയുണ്ടാക്കാൻ മുൻകൈയെടുത്തത് ബാഫഖി തങ്ങളായിരുന്നു. സമുദായ ഐക്യത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് മുസ്ലിം ലീഗിനെ ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തിയത് ബാഫഖി തങ്ങളാണ്. സമുദായത്തിന്റെ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച ചന്ദ്രിക ദിനപത്രത്തിന്റെ വളർച്ചയിൽ ബാഫഖി തങ്ങളുടെ അധ്വാനം ചെറുതായിരുന്നില്ല. കോഴിക്കോടിന്റെ നേതൃനിരയിലെ സമുന്നത സാന്നിധ്യമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ്, BV അബ്ദുള്ള കോയ സാഹിബ്, സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, PV മുഹമ്മദ്, AV അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ആ കൈകൾക്ക് കരുത്തു പകർന്നു. ജീവിതം മുഴുവൻ ജനസേവനത്തിനും ആരാധനയ്ക്കും വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു. കേരളം ആ നേതൃവൈഭവത്തിന്റെ സുഹൃതങ്ങളെ അനുഭവിച്ചു. 1973 ജനുവരി 19 ആ സൗഭാഗ്യം കൺമറഞ്ഞു. ബാഫഖി തങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഉജ്ജ്വലമായി മുന്നേറേണ്ട കാലമാണിത്. മഹാനായ ബാഫഖി തങ്ങൾക്ക് സമുചിതമായ ഒരു ആസ്ഥാന മന്ദിരം കോഴിക്കോട് ഉയരേണ്ടതുണ്ട്. ഏറെ വൈകിപ്പോയ ആ ദൗത്യം നാം ഏറ്റെടുക്കുകയാണ്.
2001 മഹാനായ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളുടെയും PKK ബാബാ സാഹിബിന്റെയും MC മായിൻ ഹാജിയുടെയും നേതൃത്വത്തിൽ സ്വന്തമാക്കിയ 27 സെന്റ് സ്ഥലവും 2014 ഉമർ പാണ്ഡികശാലയുടെയും MA റസാഖ് മാസ്റ്ററുടെയും പാറക്കൽ അബ്ദുള്ളയുടെയും നേതൃത്വത്തിൽ വാങ്ങിയ 11 സെന്റ് സ്ഥലവും ഉൾപ്പെടെ 38 സെന്റ് സ്ഥലം കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ജില്ലാ കമ്മിറ്റിക്കുണ്ട്. വിദ്യാഭ്യാസ സാമൂഹിക വളർച്ചയ്ക്കും സാമുദായിക രാഷ്ട്രീയ മുന്നേറ്റത്തിനും ഉതകുന്ന രീതിയിൽ അഭിവന്ദ്യനായ ബാഫഖി തങ്ങളുടെ നാമധേയത്തിൽ 5 നിലകളിലായി 42,000 സ്ക്വയർ ഫീറ്റിൽ സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി. ബാഫഖി തങ്ങൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ എന്ന് നാമകരണം ചെയ്ത ഓഫീസ് സമുച്ചയത്തിൽ ജില്ലാ കമ്മിറ്റി ഓഫീസ്, മീറ്റിംഗ് ഹാൾ, മിനി ഓഡിറ്റോറിയം, ഡിജിറ്റൽ ലൈബ്രറി, റീഡിംഗ് റൂം, മീഡിയ റൂം, റിസർച്ച് സ്പേസ്, ആർട്ട് ഗാലറി, പോഷക സംഘടനാ ഓഫീസുകൾ, നിസ്കാര റൂം എന്നിവ സജ്ജീകരിക്കും. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വരും തലമുറയ്ക്ക് കൂടി ഉപയോഗപ്രദമാവുന്ന രൂപത്തിലാണ് ഓഫീസ് സമുച്ചയം സംവിധാനം ചെയ്തിട്ടുള്ളത്. 5 നിലകളിലുള്ള ബിൽഡിംഗിൽ ഒരു വശം പൂർണ്ണമായും ഓഫീസും അനുബന്ധ സെഷനുകളുമാണ് ഉണ്ടാവുക. നിലവിൽ ഓഫീസുണ്ടായിരുന്ന ഭാഗത്ത് 5 നിലകളിലും വരുമാനദായകമായ പദ്ധതികൾ കൊണ്ടുവരും. 5 നില ബിൽഡിംഗ് ആണെങ്കിലും ഭാവിയിൽ 3 നില കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിൽ 8 നിലയ്ക്കുള്ള പൈലിംഗ് ഫൗണ്ടേഷനാണ് ചെയ്യുന്നത്. ഏകദേശം 26 മീറ്റർ താഴ്ചയിൽ 64 പൈലിംഗാണ് ഫൗണ്ടേഷനിൽ വരുന്നത്. ബാഫഖി തങ്ങളുടെ നാമധേയത്തിൽ കോഴിക്കോട്ടൊരു ആസ്ഥാന മന്ദിരം കേരളത്തിലെ ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്ന ഈ പദ്ധതിക്കായി ആവേശത്തോടെ നമുക്കൊന്നിച്ചിറങ്ങാം. ബാഫഖി തങ്ങളെന്ന മഹാനായ നേതാവിനു വേണ്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനു വേണ്ടി, സാമുദായിക പുരോഗതിക്ക് വേണ്ടി, മതസാഹോദര്യത്തിന്റെ നല്ല നാളുകൾക്കായി ഈ പദ്ധതിക്കൊപ്പം ചേർന്ന് നിൽക്കാം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. നമുക്കൊരുമിച്ച് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം.